മാതൃഭൂമി ഡൽഹിയിൽ സംഘടിപ്പിച്ച എന്റെ എംബസിക്കാലം എന്ന നോവലിനെ കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് എം മുകുന്ദന്റെ പുതിയ നിലപാട് പ്രഖ്യാപനം. നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പുരസ്കാരം കിട്ടിയാലുമില്ലെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് കഴിഞ്ഞ മാസം പറഞ്ഞത്. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ആ പ്രസ്താവനയാണ് ഇപ്പോൾ എഴുത്തുകാർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് എഴുത്തുകാരുടെ പിന്തുണയാണെന്ന് മാറ്റിയത്. എഴുത്തുകാരുടെ രാഷ്ട്രീയ പാർട്ടിയെ ആവശ്യമില്ല, നേരെ മറിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എഴുത്തുകാരെയാണ് ആവശ്യം എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം എഴുത്തുകാരനില്ല. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എം ടി വാസുദേവൻ നായരാണ് കേട്ടോ. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് എടുക്കലായിരുന്നു കേട്ടോ. അങ്ങനെയൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. താൻ ഡൽഹിയിൽ വന്ന കാലത്ത് ആദർശ രാഷ്ട്രീയമായിരുന്നു, എന്നാൽ അതിന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് മാറി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ ചലച്ചിത്രമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുകുന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് സത്യം പറഞ്ഞാൽ അത് സിനിമ ആക്കണ്ടെന്നാണ് ആഗ്രഹം. തകഴിയുടെ ചെമ്മീൻ നോവൽ ഇത് ഇന്ന് നമ്മൾ ചെമ്മീൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരാൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഉടനെ കറുത്തമ്മയെ ഷീരിയല്ലേ കാണുന്നത്. തകഴിയുടെ നോവൽ ഇല്ലാതിരിപ്പി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ വരുമോന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് പേര് ആദ്യകാലത്ത് ഇത് സിനിമയാക്കാൻ വേണ്ടി വന്നപ്പോൾ വലിയ താല്പര്യം കാണിക്കാതിരുന്നത്. രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ്, ഓപ്പൺ മാഗസിൻ എഡിറ്റർ എസ് പ്രസന്നരാജൻ, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് രാജൻ, മാതൃഭൂമി പ്രത്യേക പ്രതിനിധി എൻ അശോകൻ എന്നിവർ സംസാരിച്ചു. മാതൃഭൂമി ഡൽഹി ബ്യൂറോ ചീഫ് മനോജ് മേനോൻ ചർച്ച മോഡറേറ്റ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.